ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ പാവപ്പെട്ട ഈ ചേട്ടന് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അങ്ങോട്ടേക്ക് കേറുന്നേ ഇത് വേണ്ട, ഇത് ചെറിയ ഹോട്ടൽ. എടോ, ഇവിടുന്ന് തനിക്ക് വാങ്ങിത്തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോവാ. ഒറ്റ കൂറ് ഞാൻ വെച്ചേരും. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് തനിക്ക് വാങ്ങിത്തരാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ഇങ്ങോട്ടേക്ക് കയറി. ഇവിടെ ചെറിയ ഭക്ഷണം ഉണ്ടോ? ഇനി ഇങ്ങോട്ട് കേറടോ, ഇങ്ങോട്ട് വാ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിതാ ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ചേട്ടാ ഇവിടെ ഇവിടെ വേറൊരു കാര്യം, ഇവിടുന്ന് അവര് പറയും ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പൊറാട്ട ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ താൻ എന്ത് പറയും? ഇറച്ചിയും പൊറാട്ട ഒന്നും ഞാൻ വാങ്ങി തരൂല. എന്റെ അടുത്ത് അതിനുള്ള പൈസ ഒന്നുമില്ല. ഒരു പൊറാട്ടയും ഒരു ചെറുപാട് കറിയും വാങ്ങി തരും. എന്താ പൈസ ഇല്ല? പൈസ കുറച്ചേ ഉള്ളൂ. തട്ടിക്കൂട്ടി പോകുന്ന ഒരു യൂട്യൂബ് ചാനലാ, രക്ഷപ്പെടണ്ടേ. അപ്പൊ അവര് വന്ന് ചോദിച്ചാ എന്ത് പറയും? ഇറച്ചി പൊറാട്ട വേണ്ടെന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ ഗായ്സ് നമ്മുടെ ചേട്ടന് ഇവിടുന്ന് പൊറാട്ടയും ചിക്കനും വാങ്ങിക്കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്താ വേണ്ടത്. പറയും ചേട്ടൻ എന്താ വേണ്ടത്? ഇറച്ചി പൊറാട്ട. ഇവിടെ തന്നോടല്ലേ പറഞ്ഞത്, അത് പറയല്ലേ പ്ലീസ്. വേണ്ടാന്ന് പറയണം. എന്താ ഉള്ളത് കഴിക്കാൻ? ചിക്കൻ പൊറോട്ട, ചിക്കൻ ചില്ലി, ചിക്കൻ ഫ്രൈ, ബീഫ്, വെള്ളാപ്പം, പുട്ട്. ഒരു ചിക്കൻ കറി, 5 പൊറാട്ട, ഒരു ബീഫ് ഫ്രൈ. ഞാൻ അത്രക്ക് ഭക്ഷണം കഴിക്കുന്ന ആളൊന്നല്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ചേച്ചി വന്നിട്ട് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളത്. ചേച്ചി എന്താണുള്ളത്? ചിക്കൻ പൊറോട്ട, ബീഫ്, ചിക്കൻ കറി, വെള്ളാപ്പം, പുട്ട്. അപ്പൊ ഗായ്സ് ഇവിടെ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചേട്ടൻ എന്താ വേണ്ടതെന്ന് ചോദിക്കാം. ഓക്കെ ചേച്ചി, ഒരു കാര്യം, ഇയാൾക്ക് ചിക്കനും പൊറാട്ടയും വേണമെന്നെല്ലാം പറയാം. അതൊന്നും കൊടുക്കണ്ട. ഒരു പൊറാട്ടയും ഒരു ചെറുപാട് കറിയും കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്ത് പറയണം? ചിക്കനും പൊറാട്ടയെ കൊടുക്കുന്നെന്ന് പറയണം കേട്ടോ. നമ്മളെ ചാനലിനൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും തോന്നരുത് കേട്ടോ. എന്നാൽ ശരി, ഒരു പൊറാട്ടയും ഒരു ചെറുപാട് കറിയും കൊടുക്കാം. ഓക്കെ. അപ്പൊ ഹലോ ഗായ്സ്, നമ്മുടെ ചേട്ടന് ചിക്കനും പൊറാട്ടയും ഞാൻ നിർബന്ധിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വേണ്ടാന്നാണ് പറയുന്നത്. എന്തൊരു മാന്യമായ ചേട്ടനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞിട്ടില്ല, ചെറുപാട് കറിയും പൊറാട്ടയെ വാങ്ങി തരുള്ളൂ. മിണ്ടരുത്. അവരിപ്പം കൊണ്ടുവരും. മിണ്ടാണ്ട് അവിടെ ഇരിക്കും. ചേച്ചി ഒന്ന് വേഗം കേട്ടോ. ഇറച്ചിയും പൊറാട്ടയോ? ഇവിടെ മിണ്ടാണ്ടിക്കണോ? ഇറച്ചിയും പൊറാട്ടയോ? പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ എന്ത് പറയണം? ഞാൻ ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറച്ചിയും പൊറാട്ടയോ? ഇഷ്ടമായി എന്ന് പറയണം കേട്ടാ. എന്ത് പറയും? ഇറച്ചിയും പൊറാട്ടയോ? ഇത് തിന്നിട്ട് ഞാൻ ചോദിക്കും. അപ്പൊ ഇഷ്ടാന്ന് പറയണം. എന്റെ ചാനലിന്റെ പ്രശ്നമാണ്. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി കേട്ടാ. തിന്നങ്ങോട്ട്. ഇറച്ചിയും പൊറാട്ടയോ? ഞാൻ പിന്നെ വാങ്ങിത്തരാം. ഇത് തിന്ന് ആദ്യം. എന്തൊരു ഇറ്റ പണ്ടാരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തിന്നങ്ങോട്ട്. ഇവിടെ തിന്നടോ. അപ്പൊ ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ചേട്ടന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചേട്ടൻ ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടായി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി ബില്ല് കൊടുക്കാം. ബില്ല് എത്രയാണെന്ന് ചോദിക്കാം. എത്ര പൈസയായി? എത്ര പൈസയാ? 50 രൂപ. 50 രൂപ. നാളെ തന്നോ? പൈസ ഇല്ല. ഇല്ല, പൈസ എടുത്തില്ല. പൈസ ഇല്ലാണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചത്? അല്ല, പൈസ തന്നിട്ട് പോയാ മതി. അല്ല, പൈസ നാളെ തന്നാ ഞാന്. അതൊന്നും പറ്റൂല. പൈസ തന്നിട്ടേ പോയാ മതി. പൈസ ഇല്ലാന്ന്. പിന്നെ ഒന്നിങ്ങോട്ട് വാ. എന്താ പ്രശ്നം? ഇവര് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലെന്നാ പറയുന്നത്. പൈസ ഇല്ലാണ്ട് അവിടെ പാവത്തിന് കുട്ടി വന്നത്. അല്ല, അത് പിന്നെ പൈസ എടുക്കാൻ പറഞ്ഞോ. നാളെ തരാം ഞാന്. നാളെ തരാം. ഞാനിവിടെ പ്രശ്നം ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ല പോലും. ഇവരെ പൈസ ഞാൻ കൊടുത്തോളാം.
അവര് തരാന്ന് പറഞ്ഞിട്ട് അവരോട് വാങ്ങിക്കാം. ഇങ്ങനത്തെ കുറെ ബ്ലോഗർമാരുണ്ട് ഇവിടെ, എല്ലാവരും കണക്കാ. ഹലോ ഗൈസ്, എനിക്ക് ചായ വാങ്ങി തന്നവളുടെ ഗതികേട് കണ്ടോ?